നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോ ഈഗോകളോ ഒന്നും സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചയിലോ വിജയത്തിലേക്കുള്ള പാതയിലോ വഴിമുടക്കികളായി നിൽക്കുന്നത് നമുക്ക് ആർക്കും ഗുണകരമാവില്ല, അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അത് എല്ലാവരും സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള കാര്യം സംശയം. ഞാനടക്കമുള്ള സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തികഞ്ഞ ബുദ്ധിയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കൂടുതൽ MLA-മാരുടെ പിന്തുണ താങ്കൾക്കാണെന്ന് പറയുന്നത് ശരിയാണോ? ആരും പിന്തുണ അളക്കാൻ പോയില്ലല്ലോ. ഇനി യോണി MLA-മാരുടെ പിന്തുണ അളക്കാൻ വേണ്ടി ഒരു അളവെടുപ്പ് ഇവിടെ നടന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പറയുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒക്കെ തന്നെ ഒരുപാട് ഊഹാപോഹങ്ങൾ, പ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ. അങ്ങ് പാർട്ടി പിടിച്ചു എന്നുള്ളതാണ് ഞാൻ കേട്ട ഒരു കാര്യം. അതായത് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും അങ്ങേ അനുകൂലിക്കുന്ന ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായും യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ അങ്ങയുടെ പേര് പറയും, അങ്ങ് മുഖ്യമന്ത്രിയാകും എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എങ്ങനെയാണ് കാണുന്നത്? വലുതെൻ്റെ പാർട്ടിയാണ്. വ്യക്തിപരമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ അതിലേക്ക് മാത്രം ആർത്തി കൊണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഒരുപാട് പേർ ചിത്രീകരിക്കുന്നുണ്ടാവും. നിങ്ങൾ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് എന്നെ അറിയാം നന്നായിട്ട്. എനിക്കുള്ള സന്തോഷം ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും കഷ്ടപ്പെടുന്ന, ഒന്നും ആകാതെ പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെ ചേർത്ത് പിടിക്കുന്ന സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഇന്ന് വരെ എൻ്റെ ലീഡർഷിപ്പിനെ നന്നായിട്ട് അറിയാം. ഒരു സ്ഥാനവും ഞാൻ ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.